സ്വന്തം നേട്ടങ്ങൾക്കായി നിങ്ങൾ എന്ത് കള്ളം വേണമെങ്കിലും പറയും, എന്ത് നെറുകേട് വേണമെങ്കിലും പ്രവർത്തിക്കും. അങ്ങനെയൊന്നും പറയല്ലേ ചിന്നു. വേറെ ആരെന്നെ അങ്ങനെ പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന നീ അങ്ങനെ പറയരുത്. കള്ളം പറഞ്ഞ് എന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങളെല്ലാം പിടിച്ചെടുത്തവനാ നിങ്ങള്. ഞാനൊരു പാവം പെണ്ണ. ആരുടെയും പണം കണ്ടോ പദവി കണ്ടോ പിറകെ വരുന്ന ഒരു പെണ്ണല്ല ഞാൻ. പണമില്ലാത്തവളാണെങ്കിലും ഞാനും ഒരു പെണ്ണല്ലേ. എനിക്കൊരു മനസ്സില്ലേ. അതിനെ ചവിട്ടി അരച്ച് കളഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ചിന്നു, നീ എന്നെ വിശ്വസിക്കേ? ഇല്ല, ഇനി രമാദേവി മാഡത്തിന് വിശ്വസിച്ചാൽ പോലും നിങ്ങൾ ഞാൻ വിശ്വസിക്കില്ല. അതുകൊണ്ട് കൂടുതൽ സീൻ ഉണ്ടാക്കാതെ കൊച്ചു മുതലാളി ഇവിടുന്ന് പോ. നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചിന്നു. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. ദയവ് ചെയ്ത് എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ഇതൊരു അപേക്ഷയല്ല, യാചനയാ. എന്നോട് അല്പമെങ്കിലും നിങ്ങൾക്ക് കനിവുണ്ടെങ്കിൽ ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ച് ദയവ് ചെയ്ത് ഈ മുറിയിൽ നിന്ന് ഇറങ്ങി തരണം. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. പക്ഷെ ചിന്നു, നിങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാ ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ ആരുടെ അനുവാദം കൂടാതെ ഈ വീട്ടിലേക്ക് മരുമകളായി കടന്നു വന്നവളാ ഈ ഞാൻ. എന്നാലും എനിക്ക് ഈ കുടുംബത്തോട് ഒരു ആത്മാർത്ഥതയൊക്കെ ഉണ്ട്. ഈ കുടുംബത്തിന് ഒരു ചീത്തപ്പേരുണ്ടാവാൻ ഞാൻ അനുവദിക്കില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ. ഇത്രയും തവണ ഞാൻ ആണയിട്ട് പറഞ്ഞിട്ടും എന്റെ വാക്കുകൾ വിശ്വസിക്കാൻ നിങ്ങൾ ആരും തയ്യാറല്ല എന്ന് പറയുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട് അർജുൻ സാർ. ഐശ്വര്യ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്കാർക്കും അവളുടെ വാക്കില് എന്താ വിശ്വാസം വരാത്തെ? എനിക്ക് ലക്ഷ്മി മോളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല മോനെ. പക്ഷേ ഞാൻ കേട്ടത് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ചിന്നു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എങ്കിലും ദയവായിട്ട് അവിടെ വന്ന് എന്റെ റൂമൊന്ന് പരിശോധിക്ക്. അവിടെ വരെ വന്നിട്ട് അവരെ രണ്ടുപേരെയും അവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വിധിക്കുന്ന എന്ത് ശിക്ഷയും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാ. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അതെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്. തെറ്റ് ചെയ്തത് ചിന്നുവാണെങ്കിൽ അവളെ ശിക്ഷിക്കണം. അതല്ല ലക്ഷ്മിയാണ് തെറ്റ് ചെയ്തെങ്കിൽ അവളെ ശിക്ഷിച്ചോളൂ. അതല്ലേ അതിന്റെ ന്യായം. ഓക്കേ. അർജുൻ പറഞ്ഞതാണ് ശരി. ലക്ഷ്മിയുമായി എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ലക്ഷ്മി കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇതെല്ലാം ദക്ഷയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി രണ്ടിലൊന്നും അറിയാതെ നമുക്കിത് വിട്ടുകളയാൻ പറ്റില്ല. നമുക്ക് ലക്ഷ്മിയുടെ മുറിയിലേക്ക് പോകാം. അവിടെ ചെന്നിട്ട് അവള് പറയുന്നത് സത്യമാണോ എന്ന് നോക്കാം. പിന്നെ എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അല്ല രമേ, അതാണ് ശരി. ചിന്നു, നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ ഈ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയത് നീയല്ലേ? നിനക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ?
എന്തിനാ ചിന്നു ഇങ്ങനെയൊക്കെ? നിന്നെ സ്നേഹിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ തെറ്റിനല്ലേ എന്റെ അമ്മ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ നീയും അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കുകയാണോ? ശിക്ഷ? സ്നേഹം കൊടുത്ത ശിക്ഷ ഏറ്റുവാങ്ങിയവളാ ഞാൻ. മനസ്സൊക്കെ മരവിച്ചു പോയ എനിക്കിപ്പോ എന്നോട് തന്നെ വല്ലാത്തൊരു വെറുപ്പ. ചിന്നു, ഞാൻ കള്ളം പറയുന്നത് മാത്രമാണ് നിങ്ങളുടെ ജോലി. അത് മാത്രമാണ് നിങ്ങളുടെ ശീലം. സ്വന്തം നേട്ടങ്ങൾക്കായി നിങ്ങൾ എന്ത് കള്ളം വേണമെങ്കിലും പറയും, എന്ത് നെറുകേട് വേണമെങ്കിലും പ്രവർത്തിക്കും. അങ്ങനെയൊന്നും പറയല്ലേ ചിന്നു. വേറെ ആരെന്നെ അങ്ങനെ പറഞ്ഞാലും എനിക്ക് വിരോധമില്ല. പക്ഷെ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന നീ അങ്ങനെ പറയരുത്. ഒരു കാര്യത്തിനും ഒരാളുടെ മുമ്പിൽ ഞാനിങ്ങനെ കെഞ്ചിയിട്ടില്ല. നിന്നോട് ഞാൻ യാചിക്കുക, എന്നെ വിട്ട് പോകരുത്. ഒരു വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇനിയും ഇതേ കാര്യം പറഞ്ഞ് എന്നെ ശല്യം ചെയ്താ ഈ മുറിയിൽ വെച്ച് തന്നെ ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. പറഞ്ഞ വാക്ക് തെറ്റിക്കാത്തവളാ ഞാൻ. ചാകൂന്ന് പറഞ്ഞാ ഞാൻ ചാകും. ശല്യം ചെയ്യാതൊന്ന് ഇറങ്ങിപ്പോ. ചിന്നു, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. നീ ഉദ്ദേശിക്കുന്ന ഓരോ നല്ല കാര്യങ്ങള് ഇറങ്ങിപ്പോവാനാ പറഞ്ഞത്. ഇവിടെ ഇപ്പോ ദക്ഷയുടെ വീട്ടുകാരും ഉണ്ട്. ഇന്ന് നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം. ഞാനൊന്ന് ഒച്ച വെച്ചാ എല്ലാവരും ഓടി വരും. നിങ്ങൾ അവരുടെ മുന്നിൽ മോശക്കാരനാവുകയും ചെയ്യും. അതുകൊണ്ട് ദയവ് ചെയ്തൊന്ന് ഇറങ്ങിപ്പോ.